മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല. കേരളം ഒന്നടങ്കം ഭീതിയോടെ ശ്വാസമടക്കി പിടിച്ച് വാർത്താമാധ്യമങ്ങളിലൂടെ ഉറ്റുനോക്കിയ ഭയാനകമായ കാഴ്ചകൾ. ഒന്നിനു പിറകെ മറ്റൊന്നായി ഉരുൾപൊട്ടൽ കാർന്നു തിന്ന സുന്ദര ഗ്രാമങ്ങളും അവിടുത്തെ നന്മ നിറഞ്ഞ പച്ചയായ ജീവനുകളും. അവരെന്നോ ഇവരെന്നോ ഇല്ലാതെ നമ്മളെന്ന് ഒരേ സ്വരത്തിൽ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രകൃതിയോടിണങ്ങിച്ചേർന്ന ഒരു കൂട്ടം മനുഷ്യർ. മഞ്ഞും മലയും തേയിലത്തോട്ടങ്ങളും കുതിച്ചൊഴുകുന്ന അരുവിയും ഇവിടമാകെ സുന്ദരമാക്കിയ കാഴ്ചകളാണ്. സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉള്ളിലൊതുക്കി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു പക്ഷേ അവർ ഓർത്തു കാണില്ല, നാളെ എന്നത് അവരെ കാത്തുകിടന്നത് പ്രകൃതി തന്നെ ഒരുക്കിവെച്ച ദുരന്തഭൂമിയാണെന്ന്. മുണ്ടക്കൈ ഗ്രാമത്തിന് മുകൾ വശത്തായി ഇരുവഴിഞ്ഞിപ്പുഴയുടെ ഉത്ഭവസ്ഥാനത്ത് ശക്തമായ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ഉഗ്രമായ മലവെള്ളപ്പാച്ചിലിൽ മുണ്ടക്കൈയും ചൂരൽമലയും പരിസര പ്രദേശങ്ങളും ഭൂരിഭാഗവും മണ്ണിനടിയിലാവുകയും ചെയ്തത് നിമിഷ നേരങ്ങൾ കൊണ്ടാണ്. 300-ലധികം ആളുകൾ മരണത്തിന് കീഴടങ്ങിയതും ഒട്ടനവധി ആളുകൾക്ക് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടതും ദുരന്തമുഖത്ത് അരങ്ങേറിയ തീരാ നൊമ്പരങ്ങളാണ്. ശാസ്ത്രീയപരമായി എന്താണ് ഉരുൾപൊട്ടൽ? കഠിനമായ മഴയിൽ ഭൂമിയിൽ സംഭരിക്കപ്പെടുന്ന ജലം അതിമർദ്ദം മൂലം ഭൂസ്ഥിരത നഷ്ടപ്പെടുന്നതുകൊണ്ട് ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണും പാറയും ചരലും ഉരുളൻ കല്ലുകളും മറ്റെല്ലാം തന്നെ വളരെ പെട്ടെന്ന് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് പതിക്കുന്നു. ഈ പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ. പ്രത്യേകിച്ചും ഉയർന്ന പ്രദേശങ്ങളിൽ സംഭവിക്കുന്ന ഈ പ്രതിഭാസത്താൽ ഭൂമിക്കടിയിലെ കല്ലും മണ്ണും വെള്ളത്തോടൊപ്പം ശക്തമായി പുറന്തള്ളപ്പെടുന്നു. പല കാരണങ്ങൾ കൊണ്ട് ഉരുൾപൊട്ടൽ രൂപപ്പെടാം. ഇവയിൽ പ്രധാനമായും ഏറെ നേരം നീണ്ടു നിൽക്കുന്ന ശക്തമായ മഴ ഒരു കാരണമാണ്. ഇത് മണ്ണിൻ്റെ സ്വാഭാവിക സംഭരണശേഷി നഷ്ടപ്പെടുന്നതിനും മണ്ണിന് താങ്ങാവുന്നതിലും കൂടുതൽ ജലം മണ്ണിൽ ഇറങ്ങുകയും മണ്ണിനടിയിൽ അസ്വാഭാവികമായ മർദ്ദം രൂപപ്പെടുന്നതിനും കാരണമാകും. മലമുകളിലെ മണ്ണിൽ ഇങ്ങനെ രൂപപ്പെടുന്ന മർദ്ദം ഭൂമിക്കടിയിൽ നിന്ന് മണ്ണ് പിളർന്ന് പുറത്തേക്ക് വരികയും ഒപ്പം വെള്ളവും മണ്ണും തുരന്ന് ശക്തിയായി പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ഇതൊരു ഉരുൾപൊട്ടലായി പരിണമിക്കുന്നു. ഭൂമിക്കടിയിൽ രൂപപ്പെടുന്ന തീവ്രതയേറിയ ഭൂകമ്പമാണ് ഉരുൾപൊട്ടൽ രൂപപ്പെടുന്നതിന് മറ്റൊരു കാരണം. ഭൂമിക്കടിയിൽ സ്ഥിതി ചെയ്യുന്ന പാളികൾ തമ്മിൽ തെന്നി നീങ്ങുന്നത് വഴി രൂപപ്പെടുന്ന ഭൂചലനങ്ങളുടെ തീവ്രതയനുസരിച്ച് രൂപപ്പെടുന്ന ഭൂകമ്പങ്ങൾ ഉരുൾപൊട്ടൽ രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. വനനശീകരണം വഴി മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിലൂടെ സസ്യജാലങ്ങളുടെ വേരുകൾ മഴവെള്ളം ശരിയായ രീതിയിൽ മണ്ണിലേക്ക് കിനിഞ്ഞിറങ്ങുന്നതിനും സംഭരിക്കുന്നതിനും സാധിക്കാതെ വരുന്നതാണ് മറ്റൊരു കാരണം. മരങ്ങൾ വെട്ടിമാറ്റുന്നതും അവ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതും വഴി മഴവെള്ളം മണ്ണിൽ ശരിയായ വണ്ണം ഇറങ്ങാതെ വരുന്നു. മണ്ണിനെ ദൃഢമായി ഉറപ്പിച്ചു നിർത്തുന്നതിനും കഴിയാതെ അവ ഉരുൾപൊട്ടലിന് സാധ്യത വർദ്ധിപ്പിക്കുന്നു. അശാസ്ത്രീയമായ രീതിയിൽ രൂപപ്പെടുത്തുന്ന ക്വാറികളും ഖനന പ്രവർത്തനങ്ങളും കൂറ്റൻ യന്ത്രവൽകൃത മണ്ണുമാന്തിയുണ്ടാക്കുന്ന തീവ്രതയേറിയ പ്രകമ്പനങ്ങളും ഭൂമിയിൽ ഉണ്ടാക്കുന്ന പ്രതിപ്രവർത്തനങ്ങൾ വഴിയും ഉരുൾപൊട്ടൽ രൂപപ്പെടാം. മുണ്ടക്കൈയെയും ചൂരൽമലയെയും പുഞ്ചിരിമറ്റത്തെയുമൊക്കെ ദുരന്തമുഖത്തിലാഴ്ത്തിയ പടുകൂറ്റൻ പാറകളും ചെളിമൺ കൂമ്പാരങ്ങളും മലവെള്ളപ്പാച്ചിലുകളും തുടർച്ചയായി പെയ്ത ശക്തമായ മഴയിൽ ഭൂമി പിളർന്നെത്തിയ 3 ഉഗ്രതീവ്ര ഉരുൾപൊട്ടലിൻ്റെ വിപത്തുകളാണെന്ന് നെടുവീർപ്പുകളോടെ നമ്മൾ ഓർക്കുന്നു. ദുരന്തമുഖത്തു നിന്നും അവശേഷിക്കുന്ന ജീവനുകൾ രക്ഷിക്കാൻ ധീരയോദ്ധാക്കൾ പാലവും പാതയും തീർത്ത് കൂടെയുണ്ടായി. ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ദുരന്ത തീവ്രത നമുക്ക് കുറയ്ക്കാമായിരുന്നു എന്ന ഓർമ്മപ്പെടുത്തലാണ് 2010
പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ ചെയർമാനായി രൂപം കൊണ്ട വെസ്റ്റേൺ ഗട്ട് ഇക്കോളജി എക്സ്പേർട്ട് പാനൽ തയ്യാറാക്കിയ ഗാഡ്ഗിൽ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് പ്രകാരം ഇന്ന് നമ്മൾ ഉറ്റുനോക്കുന്ന മുണ്ടക്കൈയും ചൂരൽമലയുമെല്ലാം പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണെന്നും ഈ പ്രദേശങ്ങളെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളായി കണക്കാക്കപ്പെടുന്നു എന്നും വ്യക്തമാക്കുന്നു. വേണ്ടത്ര രീതിയിൽ സംരക്ഷിച്ചു പോരേണ്ടിയിരുന്ന പരിസ്ഥിതി ലോല മേഖലകളിൽ പരിസ്ഥിതിക്ക് കോട്ടം വരുന്ന യാതൊരു പ്രവർത്തനങ്ങളും പാടില്ലെന്ന് പരാമർശിക്കുന്നു. തുടർച്ചയായി പെയ്ത ശക്തമായ മഴയുടെ മുന്നറിയിപ്പുകൾ ലഭിച്ചിരുന്നെങ്കിലും വേണ്ടത്ര രീതിയിൽ തുടർ നടപടികളോ ആടുകളെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുകയോ ചെയ്യപ്പെടാത്തതും ദുരന്തത്തിന് കൂടുതൽ തീവ്രതയേകി. അധികാരികളുടെ ശരിയായ ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ഈ ദുരന്തത്തിന് ഇത്രയും ഭീകരത ഉണ്ടാവുകയില്ലായിരുന്നു. ഉറ്റവരും ഉടയവരും കിടപ്പാടങ്ങളും നഷ്ടപ്പെട്ട് ഇത്രത്തോളം നിലവിളികൾ ഉണ്ടാകുകയില്ലായിരുന്നു. മൺകുനകൾക്കും പാറക്കെട്ടുകൾക്കും ഇടയിൽ നിന്ന് ജീവനു വേണ്ടി ആരും തുടിക്കില്ലായിരുന്നു. ഇത്രയധികം ചേതനയേറ്റ ശരീരഭാഗങ്ങൾ ചാലിയാർ പുഴയോരം ഒഴുകിയെത്തില്ലായിരുന്നു.